ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ഡ്രസ്സുമായിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ സിൽക്കിൽ വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്ലീവിൽ കൊടുക്കാനായിട്ട് സീക്വൻസ് കൊടുത്തിട്ടുള്ള ഈ ഒരു വർക്കുള്ളൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇത് ജോർജറ്റിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ന്യൂസ് പേപ്പറിനെ ആദ്യം സെൻറ്ററിൽ നിന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇതാ ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇതിലായിട്ട് ഞാൻ നെക്കിൻ്റെ വിഡ്ത്തായിട്ടും ഷോൾഡറായിട്ടും 3 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ആം ഹോളായിട്ടൊരു 7 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 10 ഇഞ്ചസ് ഞാൻ ചെസ്റ്റ് റൗണ്ടായിട്ടും കൊടുക്കുന്നുണ്ട്. ഇനി ന്യൂസ് പേപ്പറിൻ്റെ എൻഡിലായിട്ട് വേസ്റ്റ് റൗണ്ടും കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വേസ്റ്റ് റൗണ്ടും ചെസ്റ്റ് റൗണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഈ വേസ്റ്റ് റൗണ്ടായിട്ട് ഇവിടെ 9 ഇഞ്ചസാണ് മാർക്ക് ചെയ്തത്. ആം ഹോളും കൂടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തിട്ട് ഞാനിത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കട്ട് ചെയ്തിട്ട് ഞാനിതിൻ്റെ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ലൈനായിട്ട് വരച്ചു കൊടുക്കുക. ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഷോൾഡറിൻ്റെ താഴോട്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു പാറ്റേണിൽ ഫ്രണ്ട് പാർട്ടിലായിട്ട് വേണം നമ്മൾ ഈ ഒരു മാർക്കിംഗ് കൊടുക്കാനായിട്ട്. ഇനി ഒരു പാറ്റേൺ ഇതാ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഞാനൊരു 2 ഇഞ്ചസ് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിലായിട്ട് ഷോൾഡർ കുറച്ച് ഒരു 1 ഇഞ്ച് ഇറക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നായിട്ട് വേണം നമ്മൾ ഇനി ഒരു ബാക്ക് നെക്ക് ഇതാ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കാൻ. ഇനി ഇതിൽ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഞാനൊരു 3 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. വി ഷേപ്പിലായിട്ടാണ് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കിനെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നത് നമ്മൾ ഷോൾഡറിലായിട്ടൊരു 1 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിലോട്ടായിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മളിതിൽ നെക്ക് മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സിലായിട്ട് ഷോൾഡർ വരുന്നത് നമ്മുടെ ഫ്രണ്ട് പീസിലോട്ടൊരു 1 ഇഞ്ച് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് നെക്കായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്കും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നെക്കിനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഷോൾഡറിൽ വന്നിട്ടുള്ള ആ ഒരു ജോയിൻറ്റ് ഫ്രണ്ട് പീസിലോട്ട് കുറച്ച് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലായിട്ട് ഫസ്റ്റ് ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. മെറ്റീരിയലിനെ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത് 18 ഇഞ്ചസ് ആണ്. ഇതിലായിട്ട് ഞാൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാറ്റേൺ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള അത്രയും ഞാൻ ഈ ഒരു സെയിം അളവ് തന്നെ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് മെറ്റീരിയലിലോട്ടായിട്ട്. ഇനി ഞാൻ ഇതിലായിട്ട് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. 16 ഇഞ്ചസ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് പാർട്ടിലായിട്ട് ഞാൻ ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് 9.5 ഇഞ്ചസ് തന്നെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു ഡ്രസ്സിലായിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് ബാക്ക് പാർട്ടിൽ നിന്നായിട്ട് ഒരു 1 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിലോട്ട് ഇറങ്ങി നിൽക്കും. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൽ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നോർമലി നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിനേക്കാൾ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. സീം അലവൻസ് കൂടാതെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ലെങ്ത്ത് മെഷർ ചെയ്യുന്ന സമയത്ത് ഷോൾഡറിൻ്റെ ഭാഗത്തൊരു 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് പിന്നെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്താൽ മതി. കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലായിട്ട് ഞാൻ ബാക്ക് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു എയർലൈൻ ഡ്രസ്സൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒറ്റ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. താഴോട്ട് ചെറിയൊരു ഫ്ലെയർ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ഫുൾ ലെങ്ത്തിലുള്ള ഗൗണായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ലെങ്ത്താണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടില്ലേന്ന് പറഞ്ഞുതരാം. അപ്പോൾ നേരത്തെ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത പോലെ തന്നെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽ ഫോൾഡിങ് വരുന്ന ഭാഗത്തായിട്ട് ഞാൻ നമ്മുടെ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള സെയിം നെക്ക് കട്ട് ചെയ്തിട്ട് എടുത്തു. പിന്നെ ഇതിൽ നമ്മൾ 3 ഇഞ്ചസ് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചസും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത ആ ഒരു ഷോൾഡർ, അപ്പോൾ 6 ഇഞ്ചസ് നമ്മൾ ഷോൾഡർ വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ നേരെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആം ഹോൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ മെറ്റീരിയലായിട്ട് ഞാൻ ഇതിൻ്റെ വേസ്റ്റിൻ്റെ അവിടം വരെയുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. 15 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് എടുത്തു. പിന്നെ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എടുക്കാം.
56 ആണ് ഞാൻ ഇതിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം റൗണ്ടും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. 18 ഇഞ്ചസ് ബോട്ടം റൗണ്ട് ആയിട്ടും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിലായിട്ട് ഷോൾഡർ നമ്മൾ ഡബിൾ എടുക്കുമ്പോൾ അതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തും വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ വിടുത്ത് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതിൻ്റെ ലെങ്ത്തുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ബാക്ക് പാർട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് വേണം കറക്റ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഇൻ്റർഫേസിങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് ഞാൻ നെക്ക് വെച്ചിട്ട് അതിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫേസിങ്ങിലായിട്ട് വി ഷേപ്പിൽ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റിലായിട്ടും ഒരു 1.5 ഇഞ്ചസ് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാനൊരു വി ഷേപ്പിൽ നെക്ക് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്ക് നെക്കും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഒരു ഗൗണിനായിട്ട് ഞാൻ ലൈനിങ് ഒന്നും യൂസ് ആക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഫേസിംഗ് ഒക്കെ വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചേ. ലൈനിങ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സിൻ്റെ നല്ല ഭാഗത്തായിട്ട് ലൈനിങ് വെച്ചിട്ട് റോങ് സൈഡിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഫേസിങ്ങിൽ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് ഇതുപോലെ മെറ്റീരിയൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റിലായിട്ടും ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഫേസിങ് നമ്മൾ അയൺ ചെയ്തെടുക്കുമ്പോൾ അത് മെറ്റീരിയൽ സ്റ്റിക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ നെക്കിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുള്ളത്. ആ ഒരു ഗ്യാപ്പ് നമുക്കിത് ഇതുപോലെ ഫേസിങ്ങിലോട്ട് ചേർത്തിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടൊന്ന് ഓവർലോക്ക് ചെയ്തെടുത്താൽ മതി. വി ഷേപ്പിൽ വന്നിട്ടുള്ള നെക്കിലായിട്ടും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ടും പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ടും ഞാൻ ഫ്രില്ലിടാൻ വേണ്ടിയിട്ടുള്ള ലൂസാക്കിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഷോൾഡറിലായിട്ടും വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ടും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു ത്രെഡ് വലിച്ചിട്ട് നമുക്ക് ചെറിയ പ്ലീറ്റ്സുകളാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ എത്രയാണോ എക്സ്ട്രാ എടുത്തത് അതാണ് നമ്മൾ പ്ലീറ്റ്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കറക്റ്റ് 3 ഇഞ്ചസ് ഇതിൻ്റെ ഷോൾഡർ ആയിട്ട് കിട്ടണം. അപ്പോൾ ഞാനിതിൽ 3 ഇഞ്ചസ് വരുന്ന രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ടും കൂടെ ഇതുപോലെ പ്ലീറ്റ്സുകളാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് ഞാനിവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പ്ലീറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, കുറച്ച് പ്ലീറ്റ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ 2 സൈഡിലും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് സെൻറ്ററിലോട്ട് പ്ലീറ്റ്സ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്ലീറ്റ്സുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിനി ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. ഷോൾഡറിലായിട്ടും സെൻറ്ററിൽ പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ 2 സൈഡും ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഫേസിങ്ങിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിലായിട്ട് നെക്കിനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ചിൽ തട്ടാതെ നെക്കിൻ്റെ ചുറ്റിലായിട്ടും ചെറിയ കട്ടുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ റോങ് സൈഡിലേക്ക് മറിച്ചെടുക്കാം. ഇനി റോങ് സൈഡിലേക്ക് മറിച്ചിട്ടുള്ള ഈ ഒരു പീസിൽ മാത്രമായിട്ട് നമുക്കിതിനൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിലായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വി ഷേപ്പിലുള്ള നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടും ബാക്കും അതിൻ്റെ ഷോൾഡറുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിലായിട്ട് ഞാൻ 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കാം. ഈ സമയത്തായിട്ട് നമുക്ക് ബാക്ക് നെക്കിൽ വന്നിട്ടുള്ള ആ ഒരു ഫേസിങ് ഇതുപോലെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലായിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതിൻ്റെ ആം ഹോളുകൾ തമ്മിലൊന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾഡറും ആം ഹോളും വന്നിട്ടുള്ളത്. ഫ്രണ്ട് പീസിലായിട്ട് 1 ഇഞ്ച് ഇറങ്ങിയിട്ടാണ് ഈ ഒരു പ്ലീറ്റ്സ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വേസ്റ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു സ്ട്രാപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. സ്ട്രാപ്സിൻ്റെ സെൻറ്ററിലായിട്ടൊരു 5 ഇഞ്ചസും അതിൻ്റെ 2 എൻഡുകളിലായിട്ടും 7 ഇഞ്ചസുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് 2 എൻഡിലോട്ട് പോകുന്തോറും ഇതിൻ്റെ വിഡ്ത്ത് കുറച്ച് കൂടി വരുന്ന രീതിയിലാണ് ഈ ഒരു സ്ട്രാപ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു പീസിനെ ഞാൻ നല്ല ഭാഗം ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ സെൻറ്ററിൽ നിന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ 3 സൈഡിലായിട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം ഇതിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ഈ ഒരു സ്ട്രാപ്സ് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ നമുക്കിതിൻ്റെ നല്ല വശത്തെ ഇതുപോലെ പുറത്തോട്ട് വലിച്ചെടുക്കാം. ഇനി ഈ ഒരു സൈഡിലായിട്ട് നമുക്കിതുപോലെ ആ ഒരു ഗ്യാപ്പിലൂടെ ഇതിൻ്റെ എൻഡ് പുറത്തോട്ട് വലിച്ചെടുക്കാം. നല്ല ഭാഗത്തേക്കാക്കിയിട്ട് മറിച്ചെടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് അയൺ ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു സ്ട്രാപ്സ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതിലായിട്ട് ഈ ഒരു സ്ട്രാപ്സിൻ്റെ സെൻറ്ററും നമ്മുടെ വേസ്റ്റിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററുകൾ ഒരുമിച്ച് വരുന്ന രീതിയിലായിട്ട് ഇതുപോലെ ഈ ഒരു നമ്മൾ നേരത്തെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനിതൊന്ന് പിൻ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രാപ്സിനെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനത് ഈ ഒരു ഫ്രണ്ട് പാർട്ടിലായിട്ട് നമ്മുടെ സ്ട്രാപ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. നമുക്ക് സൈഡ് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇതിലായിട്ട് സ്ട്രാപ്സിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഡ്രസ്സുമായിട്ട് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗം അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഡ്രസ്സുമായിട്ട് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മുകളിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴും സൈഡിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് സ്ലീവ് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിനി സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ജോർജറ്റിൽ ഇതുപോലെ ചെറിയ സീക്വൻസ് വർക്ക് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ്. 1.5 മീറ്റർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് ഞാൻ ഡ്രസ്സിൻ്റെ ആം ഹോൾ വെച്ചിട്ട് സ്ലീവിലായിട്ടും മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാനിതുപോലെ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലായിട്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഇതിൽ മെറ്റീരിയൽ ബാലൻസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 1-2 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് 22 ഇഞ്ചസും സ്ലീവ് റൗണ്ടായിട്ടൊരു 10 ഇഞ്ചസും എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഫ്രില്ല് വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്ലീവ് റൗണ്ട് 10 ഇഞ്ചസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ടായിട്ട് സ്ലീവിന് വേണ്ടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. 2 സ്ലീവിലായിട്ടും ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ എൻഡിൽ നിന്നായിട്ടൊരു 4 ഇഞ്ചസ് ലെങ്ത്തിൽ ഒരു ലൈന് മാർക്ക് ചെയ്തിട്ട് എടുക്കണം. മറ്റേ സ്ലീവിലായിട്ടും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിലൂടെ ആയിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലൂസാക്കിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലത്തെ വലിയ സൈസിലുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ത്രെഡ് വലിച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലീറ്റ്സുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ ഫ്രണ്ട് പാർട്ടിലായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തും വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത പോലെ തന്നെ നമുക്ക് സ്ലീവിലും പ്ലീറ്റ്സുകളാക്കി കൊടുക്കാം. നമ്മുടെ നോർമൽ സ്ലീവ് റൗണ്ടിന് അനുസരിച്ചിട്ട് നമുക്കിതിലായിട്ട് പ്ലീറ്റ്സുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്ലീവിലായിട്ട് വെച്ച് നോക്കിയിട്ട് നമുക്ക് സ്ലീവ് റൗണ്ട് ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കാം. എനിക്കിവിടെ 9 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 9 ഇഞ്ചസിലായിട്ടാണ് ഈ ഒരു പ്ലീറ്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 9 ഇഞ്ചസിലായിട്ട് ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്ട്രാപ്സ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാപ്സിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ 2.5 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 സ്ലീവിലോട്ടായിട്ട് 2 സ്ട്രാപ്സിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി ഞാൻ ഇതിനെ ഒന്ന് സെൻറ്ററിൽ നിന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിതിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്ട്രാപ്സിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവിന് വേണ്ടിയിട്ടുള്ള സ്ട്രാപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലീവിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്രില്ലിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം.
പ്ലേറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു സ്ട്രാപ്പ് വെച്ചിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രാപ്സിൻ്റെ രണ്ട് സൈഡും ഞാൻ ഈ ഒരു സ്ലീവിലായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സ്ലീവിനെ ഡ്രസ്സിലായിട്ട് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഡ്രസ്സിൽ ആം ഹോളിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതിൻ്റെ ആം ഹോളിൻ്റെ എൻഡുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ചെറിയൊരു കട്ടിട്ടിട്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററുകൾ ഒരുമിച്ച് വരുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു സ്ലീവ് ജോയിൻ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലായിട്ടും സ്ലീവ് ജോയിൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡ്രസ്സിലായിട്ട് സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും സൈഡുകൾ തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ രണ്ട് സൈഡുകളും കൂടി കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാപ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. രണ്ട് സൈഡുകളായിട്ട് വന്നിട്ടുള്ള ആ ഒരു സ്ട്രാപ്സ് നമുക്കിതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് വേണം സൈഡ് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഗൗണ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡുകളൊക്കെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡും ഇതുപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഗൗണിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് വന്നിട്ടുള്ള ഒരു സ്ട്രാപ്സിനെ നമുക്ക് ബാക്കിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഈവനിങ് ഗൗണാണിത്. അപ്പോൾ പാർട്ടി വെയറൊക്കെ ഇഷ്ടമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ സ്ലീവിൽ മാത്രമേ വർക്ക് വന്നിട്ടുള്ളൂ, ഒരുപാട് വർക്കൊന്നുമില്ല. എന്നാൽ തന്നെ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഫസ്റ്റായിട്ട് നിങ്ങൾ കാണുന്നതാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക് യു.